നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ വിശുദ്ധ ഹെർമോൺ പർവ്വതം പിടിച്ചെടുത്ത് ഇസ്രായേൽ. സിറിയയുടെയും ലെബനന്റെയും അതിർത്തിയിൽ ബെക്കായുടെ തെക്ക് ഭാഗത്താണ് ഹെർമോൺ പർവ്വതം. ഹെർമോൺ പർവ്വതത്തെക്കുറിച്ച് ബൈബിളിൽ പല സ്ഥലങ്ങളിലും പ്രതിപാദ്യമുണ്ട്. ക്രിസ്ത്യൻ ഇസ്ലാമിക സമൂഹങ്ങൾക്ക് പുറമെ ദ്രൂസുകളും തങ്ങളുടെ വിശുദ്ധ സ്ഥലമായി വിശുദ്ധ ഹെർമോൺ പർവ്വതത്തെ കാണുന്നു. പവിത്രമായ പർവ്വതമെന്നാണ് ഹെർമോൺ പർവ്വതം അറിയപ്പെടുന്നത്. ഇവിടെ വിവിധ മതവിശ്വാസികൾ ഒരുമിക്കുന്ന ഇടമാണ്. ഗോലാൻ കുന്നുകളുമായി ബന്ധപ്പെട്ട ഹെർമോൺ പർവ്വതത്തിലെ സിറിയൻ ഔട്ട് പോസ്റ്റാണ് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത്. ഗോലാൻ കുന്നുകളിലെ ഹെർമോൺ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഒരു സിറിയൻ സൈനിക ഔട്ട് പോസ്റ്റ് പിടിച്ചെടുത്ത് അവിടെ ഇസ്രായേൽ പതാക ഉയർത്തി. എയർഫോഴ്സ് കമാൻഡോ യൂണിറ്റ് ഷാൽദാഗിൽ നിന്നുള്ള സൈനികർ യാതൊരുവിധ പ്രതിരോധവുമില്ലാതെയാണ് ഹെർമോൺ പർവ്വതം പിടിച്ചെടുത്തത്. അസദ് ഭരണകൂടം നിലംപൊത്തിയ അതേ ദിവസം തന്നെയാണ് മൗണ്ട് ഹെർമോൺ ഇസ്രായേൽ പിടിച്ചെടുത്തത്. ഇക്കാര്യം പിന്നീട് IDF തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഞായറാഴ്ച ഗോലാൻ കുന്നുകളിലെ ബഫർ സോണുകളിലേക്ക് തങ്ങൾ കടക്കുന്നുവെന്ന് ഇസ്രായേൽ സേന പ്രഖ്യാപിച്ചിരുന്നു. വിമതസേന ഈ പ്രദേശം കൈയടക്കാതിരിക്കാനാണ് ഇസ്രായേൽ സിറിയയിലേക്ക് കടന്നുകയറുന്നത് എന്ന വിശദീകരണവും IDF നടത്തി. തെക്കൻ സിറിയയിലെ 5 ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും താമസിക്കുന്നവരോട് കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേൽ സൈന്യം നൽകി. ഒഫനിയ, ക്യുനീത്ര, അൽ ഹമീദിയ, അൽ സന്താനിയ, അൽ ഗർബിയ, കഹ്താനിയ തുടങ്ങിയ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. നിങ്ങളുടെ സുരക്ഷയ്ക്കായി വീടുകളിൽ തന്നെ സുരക്ഷിതമായി കഴിയുക. ഈ പ്രദേശങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലാണ്. ഇതാണ് ഇസ്രായേൽ ആ ഗ്രാമവാസികളെ അറിയിച്ചത്. അസദിന്റെ പതനത്തിനു ശേഷം ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിന്റെ മുഖച്ഛായ മാറ്റുകയാണ് എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇനി മിഡിൽ ഈസ്റ്റ് എങ്ങനെയെന്ന് ഞങ്ങൾ തീരുമാനിക്കും. തിങ്കളാഴ്ച ജെറുസലേമിൽ വെച്ച് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ നെതന്യാഹു തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഗോലാൻ കുന്നുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ 2/3 ഭാഗം 1967 സിറിയയുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു. അപ്പോഴും ഇസ്രായേൽ ആ 1/3 ഭാഗം കൂടി സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. 1973 യുദ്ധത്തിനു ശേഷവും ഈ പ്രദേശം വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ സമ്മതിച്ചില്ല. എന്നാൽ ഇപ്പോൾ 2/3 പ്രദേശമല്ല, മുഴുവൻ ഗോലാൻ കുന്നുകളും വിശുദ്ധ ഹെർമോൺ പർവ്വതവുമൊക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു. ഈ മേഖല യുദ്ധഘട്ടത്തിൽ ഏറെ സഹായിക്കും ഇസ്രായേലിനെ. ഇനി മാധ്യമപ്രവർത്തകരോട് നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കി. നമുക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു യുദ്ധമാണ് നടന്നത്. നമ്മൾ അസ്തിത്വം നിലനിർത്താനായി യുദ്ധം ചെയ്തു. ഒടുവിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഇറാന്റെ സഖ്യകക്ഷികളായ ചെകുത്താന്മാരെ മുഴുവൻ നമ്മൾ നശിപ്പിച്ചു. ഇസ്രായേൽ തങ്ങളുടെ ശത്രുക്കളെ പടിപടിയായി തകർത്തുമെന്നാണ് നെതന്യാഹു വിശദീകരിച്ചത്. ബഷർ അൽ അസദ് നയിച്ചിരുന്ന സിറിയയെ ഇറാൻ തിന്മയുടെ അച്ചുതണ്ടിന്റെ കേന്ദ്ര ഘടകമെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. സിറിയ ചവിട്ടുപടിയാക്കി അവർ ഭീകരത കയറ്റുമതി ചെയ്തു. ഇറാനിൽ നിന്ന് ഇറാഖിലേക്കും, ഇറാഖിൽ നിന്ന് സിറിയയിലേക്കും, സിറിയയിൽ നിന്ന് ലെബനനിലേക്കും, മറുവശത്ത് സിറിയയിൽ നിന്ന് ഹമാസിനും ഒരു ഭീകര കുഴൽ ഇട്ടുകൊടുക്കുകയായിരുന്നു ഇറാൻ ചെയ്തത് എന്ന് നെതന്യാഹു വിശദീകരിക്കുന്നു. സിറിയൻ സർക്കാരിനെതിരെ 13 വർഷമായി നടന്നുവരുന്ന ആഭ്യന്തര യുദ്ധമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഒപ്പം 50 വർഷത്തിലേറെയായി സിറിയ അനുഭവിക്കുന്ന അസദ് കുടുംബവാഴ്ചയും തകർന്നു. അസദിനെ നിലനിർത്താൻ ഇറാൻ ചെലവഴിച്ചത് ശതകോടിക്കണക്കിനുള്ള ഡോളറാണ്. ഇത് ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കും. അസദിന്റെ സിറിയ ഇസ്രായേലിനോട് ശത്രുതയും വിദ്വേഷവും ഒക്കെ പ്രകടിപ്പിച്ചു. 1973 യോം കിപ്പർ യുദ്ധത്തിൽ സിറിയ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇറാൻ ഭീകരതയുടെ ഒരു ഫോർവേഡ് പോസ്റ്റായി പിന്നീട് സിറിയ നിലകൊണ്ടു. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഗോലാൻ കുന്നുകൾ നിലനിർത്തിയത്? അതിന്റെ സവിശേഷ പ്രാധാന്യമെന്ത് എന്ന് ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. അതെ, ഗോലാന്റെ താഴ്വരയല്ല ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ഗോലാൻ കുന്നിന്റെ മേൽപ്പരപ്പ് തന്നെയായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നത്. അത് നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഇനി ആ മേഖലയിലെ ജനങ്ങൾക്കുള്ള സുരക്ഷ ഞാൻ ഉറപ്പു തരുന്നു. അമേരിക്കൻ പിന്തുണയോടെയാണ് ഇസ്രായേൽ സിറിയയിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ ഗോലാൻ കുന്നുകൾ പൂർണ്ണമായി കൈയടക്കിയത്. ഗോലാൻ കുന്നുകൾ എക്കാലവും ഇനി ഇസ്രായേൽ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാകും എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. ഹമാസിലും ഹിസ്ബുള്ളയിലും ഇറാനിലും ഞങ്ങളേൽപ്പിച്ച കനത്ത പ്രഹരത്തിന്റെ നേരിട്ടുള്ള ഫലമാണ് അസദിന്റെ പതനം.
നെതന്യാഹു തന്റെ മുൻവാദം ഇപ്പോഴും ആവർത്തിക്കുന്നു. ഗാസയിൽ ഹമാസിന്റെ സൈനിക ശേഷിയുടെയും ഹമാസിന്റെ എല്ലാ ഭരണശേഷിയുടെയും അടിത്തറയിളക്കാൻ നമുക്ക് കഴിഞ്ഞു. എന്നാൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് നമ്മുടെ ആത്യന്തിക യുദ്ധലക്ഷ്യമാണ്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നേരെ നടന്ന കൂട്ടക്കുരുതി. 1200 പേരെ അവർ വധിച്ചു. 251 പേരെ ഗസയിലേക്ക് ബന്ദികളാക്കി. അതേ സമയം തന്നെ നമ്മൾ യുദ്ധം തുടങ്ങി. ഇസ്രയേൽ ഇറാന്റെ പ്രോക്സികളുമായി നേരിട്ടാണ് പിന്നീട് ഏറ്റുമുട്ടിയത്. ഹമാസുമായുള്ള യുദ്ധം നമ്മൾ തുടങ്ങിയതിനു ശേഷം പിന്നീട് ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ തിരിഞ്ഞു. ഹസൻ നസറുള്ളയുടെ വധം ഒരു വഴിത്തിരിവായിരുന്നു. നസ്രള്ളയുടെ ഉന്മൂലനം അച്ചുതണ്ടിന്റെ തകർച്ചയിലെ ഒരു വഴിത്തിരിവായി. നസ്രള്ള ഇപ്പോൾ നമുക്കൊപ്പമില്ല. അച്ചുതണ്ട് അതായിരുന്നില്ല. പിന്നീട് ഇസ്രയേൽ പടിപടിയായി ഇറാൻ അച്ചുതണ്ടിനെ വേർപെടുത്തി. ഇസ്രായേൽ രാജ്യത്തിന്റെ വടക്കുഭാഗത്തുള്ള 60,000-ഓളം ഇസ്രായേലികളെ അവരുടെ വീടുകളിൽ നിന്ന് നമുക്ക് പുറത്താക്കേണ്ടി വന്നു. 2024 സെപ്റ്റംബർ അവസാനം ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നസ്രള്ള കൊല്ലപ്പെട്ടതോടെ മറ്റൊരു പോർമുഖം നമ്മൾ തുറന്നു. പേർഷ്യൻ ഗൾഫിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്കും, ഇറാനിൽ നിന്ന് ഇറാഖിലേക്കും, ഇറാഖിൽ നിന്ന് സിറിയയിലേക്കും, സിറിയയിൽ നിന്ന് ലെബനനിലേക്കും ഇറാൻ ഒരു ഭീകരപാത സൃഷ്ടിച്ചു. തെക്കവർ ഹമാസിനെ ആയുധമാക്കി. കൂടുതൽ തെക്ക് ഹൂതികൾ ഞങ്ങൾക്കെതിരെ ശക്തമായി ആക്രമണങ്ങൾ നടത്തി. എന്നാൽ ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇപ്പോൾ ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിന്റെ മുഖം മാറ്റുകയാണ്. ഇസ്രയേൽ രാജ്യം പതിറ്റാണ്ടുകളായി നമ്മുടെ പ്രദേശത്ത് അധികാര കേന്ദ്രമായി നിലനിന്നിരുന്നു എങ്കിൽ അതിന്റെ പദവി നമ്മൾ പുനഃസ്ഥാപിക്കുന്നു. ഞങ്ങളുമായി സഹകരിക്കുന്നവർ വലിയ നേട്ടം കൊയ്യുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവർ തളർന്നു വീഴുന്നു. അവർ തകർക്കപ്പെടും. ഇസ്രയേലിന്റെയും സിറിയക്കാരുടെയും ഒക്കെ പ്രയോജനത്തിനായി മറ്റൊരു നല്ല സിറിയ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സിറിയൻ ഹെർമോൺ എന്ന് വിളിക്കപ്പെടുന്ന ബഫർ സോൺ ആക്സസ് ഉൾപ്പെടെയുള്ള മേഖലകൾ ഏറ്റെടുക്കാൻ സൈന്യത്തോട് നിർദ്ദേശിച്ചത് ഞാൻ നേരിട്ടാണ്. 1974 വെടിനിർത്തൽ കരാറിനു ശേഷം ആദ്യമായി ഇസ്രായേൽ സൈന്യം ബഫർ സോണിനുള്ളിൽ സ്ഥാനം പിടിച്ചു. ഇസ്രായേൽ വിജയിച്ചുവെങ്കിൽ അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സൈനികരുടെ ധീരത, ഹോം ഫ്രണ്ടിന്റെ പ്രതിരോധം, തീവ്രമായ ആഭ്യന്തര അന്തർദേശീയ സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള സർക്കാരിന്റെ സന്നദ്ധത. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് അകാലത്തിൽ ഈ യുദ്ധം നിർത്താൻ ഞങ്ങൾക്കുമേൽ ശക്തമായ സമ്മർദ്ദങ്ങളുണ്ടായി. എന്നാൽ അത്തരം സമ്മർദ്ദങ്ങളെ ഞങ്ങൾ അതിജീവിച്ചു. ആത്യന്തിക വിജയം കണ്ടതിനു ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ കുറിച്ചിട്ടു. സമ്പൂർണ്ണ വിജയത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന് ആളുകൾ പരിഹാസത്തോടെ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളുടെ ഉത്തരം കൃത്യമായിരുന്നു. സിറിയൻ അസദിന്റെ ഭരണത്തോടെ ഇപ്പോൾ ഭീകര സംഘങ്ങൾ പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ ശത്രുക്കൾ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ഹമാസിന്റെ ഒറ്റപ്പെടൽ നമ്മുടെ ബന്ദികളെ തിരികെ കൊണ്ടുവരുന്ന ഒരു കരാറിന്റെ വക്കിൽ അവരെ എത്തിച്ചു. ഞങ്ങളുടെ ശത്രുക്കൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ശത്രുക്കൾക്ക് ശേഷവും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ. ഇസ്രായേൽ എപ്പോഴും നേരിട്ടത് വലിയ വെല്ലുവിളികൾ തന്നെയാണ്. എന്നാൽ ജൂതരാഷ്ട്രം വിജയിക്കും എന്ന് തനിക്കുറപ്പുണ്ട്. 2024 സെപ്റ്റംബർ 25 ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി തന്റെ എക്സ് പോസ്റ്റിൽ എഴുതി, ഹിസ്ബുള്ളയാണ് യഥാർത്ഥ വിജയി. ഹിസ്ബുള്ളയെയും അവരുടെ സഖ്യശക്തികളെയും തകർക്കാൻ ഇസ്രായേലിന് കഴിയില്ല. ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഹിസ്ബുള്ള നേതാക്കളുടെ കയ്യിലിരുന്ന പേജറുകളും വാക്കി ടോക്കികളുമൊക്കെ സ്ഫോടനത്തിൽ പൊട്ടിത്തകരുന്ന ദൃശ്യങ്ങളാണ് ലോകം കണ്ടത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഖമനേയി വീണ്ടും തന്റെ എക്സ് പോസ്റ്റിൽ എഴുതി, ഈ യുദ്ധത്തിലെ ആത്യന്തിക വിജയികൾ പ്രതിരോധ മുന്നണിയും ഹിസ്ബുള്ള മുന്നണിയുമായിരിക്കും. അതിന് 2 ദിവസങ്ങൾക്ക് ശേഷം ഇസ്രയേൽ ഒരു മറുപടി കൊടുത്തു. ഖമനേയിയുടെ ഏറ്റവും വലിയ സ്നേഹിതനായ ഹസൻ നസറുള്ളയെ വധിച്ചുകൊണ്ടായിരുന്നു ഇസ്രയേലിന്റെ മറുപടി. ഹസൻ നസറുള്ള വധിക്കപ്പെട്ട് 2 മാസങ്ങൾ കഴിയുമ്പോൾ ഇപ്പോഴിതാ ഇറാൻ അച്ചുതണ്ടിന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപൊത്തുന്നു. ഖമനേയിയുടെ വലംകൈയായി നിന്ന ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് പലായനം ചെയ്തു. ലോകമാധ്യമങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കൃത്യമായ പോസ്റ്റ്മോർട്ടത്തിലൂടെ വിലയിരുത്തുന്നു. ആരാണ് വിജയി എന്ന് നിങ്ങൾ നിശ്ചയിക്കുമെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നത്. അതേ, പരാജിതരുടെ പട്ടികയിൽ ഇറാൻ 1-ാം സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇറാന്റെ നഷ്ടം നമ്മൾ ഊഹിക്കുന്നതിലും വലുതാണ്. സിറിയ കേന്ദ്രീകരിച്ച് നിരവധി വ്യവസായ നിക്ഷേപങ്ങൾക്കാണ് ഇറാൻ പണമിറക്കിയത്. ഇറാന്റെ നഷ്ടം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇസ്രയേലിനും അമേരിക്കൻ സ്വാധീനത്തിനുമെതിരായി കഴിഞ്ഞ 35 വർഷക്കാലത്തിലേറെയായി
ഇറാൻ തങ്ങളുടെ നിക്ഷേപം ഏറെ ഇറക്കിയത് സിറിയൻ മണ്ണിൽ. അസദിന്റെ പതനം ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയുടെ അടയാളമാണ്. ഇത് വലിയ ആഭ്യന്തര സംഘർഷത്തിന് ഇറാനിൽ കാരണമാകും എന്ന വാർത്തകൾ ശക്തമാകുന്നു. ഇറാനിൽ ഒരു ആഭ്യന്തര വിപ്ലവത്തിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. ജനങ്ങൾ പല സ്ഥലങ്ങളിലും സംഘടിക്കുന്നു. അസദിന്റെ പതനം ആഘോഷിച്ച ദശലക്ഷക്കണക്കിന് നാട്ടുകാരുടെ വെറുപ്പായിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത്. ഖമനേയെ അദ്ദേഹത്തിന്റെ ദശലക്ഷക്കണക്കിന് രാജ്യക്കാർ വെറുക്കുന്നുവെന്ന് വിമതസേന തലവൻ പറയുന്നു. സിറിയയിൽ സംഭവിച്ചത് തീർച്ചയായും ഇറാനിലെ പ്രതിപക്ഷ സേനയുടെ മനോവീര്യം വളർത്തും. ജനങ്ങൾ പല സ്ഥലങ്ങളിലും സംഘടിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. പല സിറിയക്കാരും സിറിയയിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ അസദ് ഭരണകൂടത്തിന്റെ പതനമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തിന് തന്നെ അത്ഭുതമായത്. സിറിയൻ തീരത്തെ തുറമുഖങ്ങളും സിറിയയിലൂടെയുള്ള തന്ത്രപ്രധാനമായ വ്യാപാര പാതകളുമൊക്കെ ഇറാന് നഷ്ടപ്പെട്ടു. ഇത് സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാക്കുന്ന ആഘാതം ചില്ലറയല്ല. എണ്ണ, വാതകം, അടിസ്ഥാന സൗകര്യങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ, പുനർനിർമ്മാണ പദ്ധതികൾ എന്നിവയുൾപ്പെടെ സിറിയയിൽ ഇറാൻ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലുമുള്ള ഇറാൻ പദ്ധതികൾ അവർ കത്തിച്ചു കളയുന്നു. ഇറാൻ തങ്ങളുടെ എണ്ണയുടെ ഭൂരിഭാഗവും സിറിയയ്ക്ക് വിറ്റാണ് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്ത് പകർന്നിരുന്നത്. അസദിന്റെ പതനം ഇറാന്റെ എണ്ണ വരുമാനത്തിൽ അങ്ങനെ കാര്യമായ സ്വാധീനം ചെലുത്തും. ഇറാന്റെ മുന്നിൽ അവരുടെ തന്നെ മതിലുകൾ അടയുന്ന കാഴ്ച. ഒരു ആണവ പ്രതിരോധത്തിലൂടെ മാത്രമേ ഇറാൻ ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് സുരക്ഷിതമാക്കാൻ കഴിയൂ എന്ന് ആയത്തുള്ള ഖമനേയും ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ അതിലേക്ക് ഇപ്പോൾ അമേരിക്കയിൽ കടന്നുവരുന്ന ട്രംപ് ഭരണകൂടം അനുവദിക്കില്ല എന്നതാണ് വാസ്തവം. സെപ്റ്റംബർ 25 ഖമനേയി തന്റെ എക്സ് പോസ്റ്റിൽ എഴുതിയ ഹിസ്ബുള്ളയാണ് വിജയി എന്നത് ഇന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ? ഈ ചോദ്യം തിരികെ ചോദിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. അതെ, മൗണ്ട് ഹെർമോൺ സ്വന്തമാക്കി ഇസ്രയേൽ പറയുന്നു, മേഖലയിലെ സുരക്ഷ ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു. ആ മേഖലയിൽ ഏറ്റവും ഉയർന്ന പർവ്വതമാണ്. അതുകൊണ്ട് തന്നെ സൈനികമായി ഏറെ നിർണായക സ്വാധീനമുള്ള ഭൂപ്രദേശം. 10,000-ഓളം അടി ഉയരത്തിലിരുന്ന് ആ പ്രദേശം ബൈനോക്കുലറിലൂടെ വീക്ഷിക്കുന്ന IDFന് ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.